ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഒരു പണി ചെയ്യാൻ പോവാണ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ പഴയ ടൈലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെടി അടിപൊളിയാക്കാൻ പോവാണ്. അപ്പോൾ ഈ ടൈലിങ്ങനെ വരിക്ക് വെച്ച് കൊടുത്തിട്ട് ചെടിയുടെ ഗാർഡൻ ഒന്ന് ചെറിയ രീതിയിൽ സെറ്റാക്കുകയാണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായ ചെടികളൊക്കെ മാറ്റി നടുമ്പോൾ അത്യാവശ്യം ചട്ടികൾ വീണ്ടും വേണ്ടി വരും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ റെഡിയാക്കി എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടികളും ലാഭിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ വളവും മണ്ണും എല്ലാം നിറച്ചിട്ട് നമുക്ക് പുതിയ ചെടി ഇതിൽ നടാൻ കഴിയും. ഇതേ വരിയിൽ വെച്ചതുപോലെ തന്നെ ഈ വരിയിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇന്ന് ഞാൻ ഒറ്റക്കാണ്, ഇന്നലെ മോനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാണ് ഇത് ചെയ്യുന്നത്. അവൻ ചെയ്തതെല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള ഭാഗം ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. ശരിയാവുമോ എന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അവൻ ചെയ്യുമ്പോൾ ഇതിനിടയിലൊക്കെ ടൈല് വെച്ച് കൊടുക്കുമ്പോൾ മണ്ണ് കുഴച്ചിട്ട് തേച്ച് കൊടുത്തിരുന്നു. പക്ഷേ ഞാനതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ മണ്ണ് മാന്തി ഇത് കിടങ്ങ് കീറിയിട്ട് ടൈല് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. ശരിയാവുമായിരിക്കും. പിന്നെ മഴയും പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സെറ്റാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുവിധം റെഡിയായിട്ടുണ്ട്. ഇനി അറ്റത്തെ ടൈലാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു. പക്ഷെ ഇവിടെ നല്ല മെറ്റലുണ്ട് കേട്ടോ. അപ്പോൾ മെറ്റൽ അവിടുന്ന് കുത്തിയെടുക്കണം. അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് ഓടും കഷ്ണമൊക്കെ അടിയിൽ മുന്നത്തെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മളിതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മണ്ണിട്ടിട്ട് ഒപ്പാക്കി കൊടുക്കണം. അങ്ങനെ നമ്മളിതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ മണ്ണൊക്കെ ഒന്ന് ഒപ്പാക്കി എടുക്കണം. എന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിൽ കുറച്ച് മണ്ണൊക്കെ നിറക്കണം. ഇനി നമ്മളിതിൽ ചെയ്യുന്നത് കുറച്ച് പച്ചില വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുറ്റത്തെ പുല്ലൊക്കെയാണ് പറിച്ചിടുന്നത്. പിന്നീട് നമ്മൾ ചീമക്കൊന്നയുടെ ഇലയാണ് ഇതിന് മേലെ ഇട്ട് കൊടുക്കുന്നത്. ചീമക്കൊന്നയുടെ ഇലയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത് നല്ലൊരു ഒന്നാന്തരം കമ്പോസ്റ്റ് വളമാണല്ലോ. അപ്പോൾ അത് നമുക്കിതിന് മേലെ ഇനി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം കിട്ടുന്നിടത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മേലെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് മാത്രമല്ല, നമ്മളിതിൽ കിച്ചണിലെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ചകിരിച്ചോറിൽ കിച്ചൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റ് വളമാണിത്, അടുക്കളയിലെ വേസ്റ്റ് ഇട്ട്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഈ മണ്ണിൽ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മേലെ നല്ല മണ്ണും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അമർത്തി കൊടുക്കാം. എന്നിട്ട് ഇനി സാദാ മണ്ണ് ഇതിന് മേലെ കുറച്ച് സാദാ മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വളക്കൂറുള്ള മണ്ണായിട്ട് കിട്ടുന്നതാണിത്. ഇപ്പോൾ അത്യാവശ്യം മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒക്കെ ഒന്നും കൂടെ അമർത്തിയെടുക്കാം. എന്നിട്ട് നന്നായി അമർത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി മണ്ണുണ്ട്, അതും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ചെടി നടുന്നതാണ്. അങ്ങനെ ഇപ്പോൾ 2 ദിവസമായി. ഇനി നമ്മൾ ഇതിൽ ചെടി നടാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ നടാനായിട്ട് പോകുന്നത് ലിഫ്റ്റിക് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. 2 സൈഡിലായിട്ടാണ് നമ്മൾ ഈ ലിഫ്റ്റിക് അഗ്ലോണിമ നട്ടു കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മറ്റൊരു അഗ്ലോണിമയാണ് നടുന്നത്. ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് ഡോട്ട് ഇട്ടിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് നമ്മൾ സെൻറ്ററിൽ നട്ടു കൊടുക്കുന്നത്. അതും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് വെയിലില്ലാത്ത ഭാഗത്തായതുകൊണ്ടാണ് ഈ പ്ലാന്റിന് കളറ് വളരെ കുറവാണ്. മറ്റേത് നല്ല റെഡിലാണ് ഈ പ്ലാന്റ് കാണുക. പക്ഷേ ഇത് വെയിൽ ഇല്ലാതെ മറ്റു ചെടികളുടെ അടിയിലായതുകൊണ്ടാണ് ഇതിന് ഇത്രയും കളറ് കുറവ് കിട്ടുക. ഇത് ഇവിടെ നട്ട് കഴിഞ്ഞാൽ കളറൊക്കെ വന്നോളും. കാരണം ഇവിടേക്ക് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിനധികം വെയിൽ ഇല്ല. നന്നായി വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ഒരു
എന്താ പറയുക, ഒരു ഇങ്ങനെ പൊള്ളിയ പോലെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അധികം ഷെയ്ഡ് വെയിൽ ഇതിന് ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പ്ലാന്റ് ഇപ്പുറത്ത് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ ഷെയ്ഡായിട്ടുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്നിരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നടുന്നത് ഇത്തിരി റെഡ് ഉണ്ട്. അപ്പോൾ അതിനി വെയിൽ കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ കളറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് നമ്മളിവിടെ നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലിഫ്റ്റിക് അഗ്ലോണിമയാണ് നട്ട് കൊടുക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് മറ്റേ അഗ്ലോണിമ നട്ട് കൊടുക്കാം. ഇങ്ങനെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, മനസ്സിന് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ലിഫ്റ്റിക് അഗ്ലോണിമ തൈകൾ നട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ അഗ്ലോണിമ നട്ടു കൊടുക്കാം. അത് നമ്മളിവിടെ ചട്ടിയിൽ നിന്ന് തന്നെ പറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് കൊട്ടിയ പാട് കിട്ടിയിട്ട് വേരൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. നന്നായി മുറ്റായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊട്ടിയ ചട്ടി ആയതുകൊണ്ട് അതിൽ നിന്ന് മാറ്റിയതാണ്. നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. നല്ല ജലദോഷം ഉള്ളത് കൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല, ക്ഷമിക്കണം. നമ്മൾ ഇതൊക്കെ ഒന്ന് വേറെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിവിടെ നട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതിൽ 2 തരം അഗ്ലോണിമയായിട്ടാണ് നട്ട് കൊടുക്കുന്നത്. അത് ഭംഗി ഉണ്ടാവും എന്ന് കരുതുന്നു. അല്ലെങ്കിൽ നമുക്ക് മാറ്റി നടാമല്ലോ, എപ്പോഴെങ്കിലും ഇത് മാറ്റി നടുകയും ചെയ്യാം. നമുക്ക് ചട്ടി ലാഭിക്കുകയും ചെയ്യാം. ഇതേപോലെയൊക്കെ നമ്മൾ പഴയ ടൈലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചട്ടികളൊക്കെ ലാഭിക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കല്ലേ. അങ്ങനെ നമ്മളെ പ്ലാന്റ് നടൽ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇത് നട്ടതൊക്കെ ഭംഗിയുണ്ടെങ്കിൽ ഭംഗിയുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഇതേ രീതിയിലൊക്കെ നമ്മൾ നടുന്നുണ്ടെങ്കിൽ വേപ്പും പിണ്ണാക്കുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ചിട്ട് കൊടുക്കുന്നത് കീടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് സഹായമാവും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിതിൽ ചേർത്തിട്ടില്ല. ബാക്കി വളങ്ങളൊന്നും ആവശ്യമില്ല. ഞാനിതിൽ ഇട്ട പോലെ തന്നെ കിച്ചണിലെ കമ്പോസ്റ്റ് വളം, പിന്നെ അതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇല, പുല്ല് ഒക്കെ തന്നെ ധാരാളം വളം കിട്ടുന്ന ഇതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് നട്ട് കൊടുത്താൽ ഇതേപോലെയാണ് ഭംഗി. നട്ട് കഴിഞ്ഞപ്പോഴുള്ള ഭംഗിയാണ് ഇത് ചെടിയുടെ. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ ചെടി നടലും മണ്ണ് ഇടലും എല്ലാം കഴിഞ്ഞു. നമ്മുടെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.